ഒക്കെ. അമ്മേ വന്നോ? മാലയൊക്കെ എന്താ നമ്മളിടാത്തത്? പുതുപ്പെണ്ണല്ലേ, 4 പേര് വരും. അത് പുറത്തു പോകുമ്പോൾ ഇട്ടാ പോരെ? പോരാ, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെല്ലാം കാണാൻ വരും. അപ്പൊ എല്ലാവരും ഒന്ന് അറിയട്ടെ മാലയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. അല്ലമ്മേ, അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വന്നതാ. വിക്ടറി ആയിരുന്നല്ലേ? അല്ല, രണ്ടിനും പൊക്കോ. ഇതിനൊക്കെ എന്നോട് ഇതിന് അനുവാദം ചോദിക്കുന്നേ? മോഡ് ഇഷ്ടം, മോഡ് തീരുമാനം. എവിടെ പോണു? എന്തായാലും അടുക്കളയിൽ പോകാൻ പറ്റത്തില്ല, കക്കൂസി പോണം. അല്ല, എവിടെ? കണ്ടില്ല ബാത്റൂം. അത് മുകളിലുണ്ടടാ. മുകളിലോ? ഞാൻ മുകളിലാണല്ലോ കടന്നിരുന്നിട്ട്, ഞാൻ അവിടെ കണ്ടില്ലല്ലോ. ആ മുകളിലല്ലടാ, അയ്യത്ത് മുകളില് അവിടെ ഉണ്ട്. 2 സ്റ്റെപ്പ് അങ്ങോട്ട് കയറിയാൽ മതി, കാണാൻ പറ്റും. പുറത്തോ? ഇത്ര ഞെട്ടാൻ എന്തുവാ? 6 പുറത്തല്ലല്ലോ, അയ്യത്തല്ലേ. അതെന്താ അകത്തില്ലാത്ത? മോളെ നീതു, ഇവിടെ ഒരു മുറിയിലും ടോയ്ലറ്റ് ഇല്ല. വാസ്തുപ്രകാരം മലമൂത്ര വിസർജനം വീടിനകത്ത് നടത്തുന്നത് ശരിയല്ല. അകത്ത് കളയാനുള്ളത് അകത്ത് കളയുക, പുറത്ത് കളയാനുള്ളത് പുറത്ത് കളയുക. അകത്ത് കിടക്കുന്നത് പുറത്ത് കളയാനാണ് പുറത്ത് ബാത്റൂം വെച്ചേക്കുന്നത്. മനസ്സിലായോ? കല്യാണത്തിന്റെ സമയത്തൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ കല്യാണം കഴിച്ച് വന്നിരിക്കുമ്പോൾ കക്കൂസിന്റെ കണക്കല്ലേ പറയുന്നത്? പോച്ചേ ഒന്ന് വീട്ടിൽ പറഞ്ഞ് മാറ്റാം. എന്നെയോ? അല്ല, കക്കൂസ്. പറഞ്ഞു. അപ്പൊ രാത്രി ഒരു ആവശ്യം വന്ന് എന്ത് ചെയ്യും? ബാത്റൂമിൽ പോകണം, അല്ലാതെ ബാത്റൂം മോളെ തേടി വരത്തില്ലല്ലോ. ഇന്ത്യൻ ആണേ, ജീൻസ് ഇട്ടുണ്ടോ അത് നേറി പോവാന്നുണ്ട്. അതൊക്കെ എങ്ങനെ? ഇത് മോശമാണ്. എന്തുവാടി? ഒരു ബാത്റൂം ഇല്ലേ വീട്ടില്? ബാത്റൂം ഉണ്ടല്ലോ. എവിടാ? പുറത്തോ? അത് പോരെ. കുഞ്ഞു കൂരയോ? നിനക്ക് കാര്യം സാധിച്ചാൽ പോരെ. ചേട്ടാ, അതിനകത്ത് ഭിത്തി തൊട്ടോ ഞാൻ ഇടിഞ്ഞ് വീഴുമല്ലോ. പോലത്തിന് ഇന്ത്യൻ ക്ലോസറ്റ്. ഇന്ത്യൻ ക്ലോസറ്റ് എന്താ പറ്റത്തില്ല? ഇതൊക്കെ അപ്പനപ്പന്മാരാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നോ? ചേട്ടാ, എന്തൊരു കഷ്ടം, ഇത്ര വലിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ബാത്റൂം ഇല്ലെന്ന് പറയുന്നേ. ഈ അകത്ത് ബാത്റൂം വെക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് എന്ത് കുഴപ്പം? ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ട്, 3-നകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത് ഇവിടെ ഒന്നും നടക്കും തോന്നുന്നില്ല. അമ്മയ്ക്കൊന്നും പറ്റുന്ന കാര്യമല്ല. ഒന്നാമത് വിളക്കും കത്തിക്കുന്ന വീടാ. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊന്നും കത്തിക്കത്തിട്ടൊരു വിളക്ക്. ചേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം ഭാവിയിൽ ഇനി ഞാൻ പ്രഗ്നന്റ് ആകുമ്പോഴേ ആ വയറും വെച്ചിട്ട് ഞാൻ പോകാൻ പറ്റൂ? ഇനി അങ്ങോട്ട് അതിന് നമുക്ക് എന്തെങ്കിലും മാർഗം നോക്കാം. രാത്രി ചൂട്ടും കത്തിച്ച് പോകാൻ പറ്റും? അവിടെ ലൈറ്റ് പോലും ഇല്ല. നിനക്ക് ഞാൻ കൂട്ട് വന്നിരിക്കാവുന്നവിടെ. കഷ്ടമായത് ചേട്ടാ. നീ ആ കട്ടള മണ്ടക്കൊന്ന് മാറിയേ. ഇനി അമ്മ കണ്ടോണ്ട് വന്നു, അത് മതി, മാറിക്ക്. അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല നീ കട്ടപ്പടിയൊന്നും കയറിയിരിക്കുന്നത്. തല കയറിയിരിക്കാൻ പറ്റും? പറഞ്ഞാലും മനസ്സിലാകത്തില്ലെന്ന് വെച്ചു. ഇത് വാന്നാ അവൻ്റെ ഏതാണ്ട് ഔദാര്യം ചെയ്ത് തരുന്ന പോലെ. അന്താടെ വകയാന്നോ പോസ്റ്റ് ഓഫീസ്? ഇതാ കിടക്കുന്നു. എടാ നിഖിലേ, ബാങ്കിൽ നിന്നോ? മൈന്താ, എനിക്ക് വായിക്കാൻ അറിയാം, ഞാൻ വായിച്ചു. 1-2 അല്ല, 8 ലക്ഷം രൂപ അടയ്ക്കാനുള്ളത്. 8 ലക്ഷം രൂപ. ഇവിടെ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഉള്ള വസ്തു എല്ലാം കൂടെ പണയം വെച്ച് പൈസ എടുക്കരുതെന്ന്. എന്നിട്ട് തുടങ്ങിയ ബിസിനസ് എങ്ങുള്ളി അത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മ? എന്തോ ചെയ്യാനാ? ആ പെണ്ണിൻ്റെ കഴുത്തേ കിടക്കുന്ന മാല. സ്ത്രീധനമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞൊരു മുഴുത്ത തങ്കക്കുടത്തിനെ മാത്രമല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ. സ്ത്രീധനം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ മോനെ. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം. വെക്കാനും ഇല്ല, വാങ്ങിക്കാനും ഇല്ല, വലിച്ചൂത്തിരിക്കത്തേ ഉള്ളൂ ഇവിടെ. അമ്മ, നമുക്ക് ഈ വീടങ്ങ് വിറ്റാലോ? വിൽക്കാം. എന്നിട്ട് ഞാൻ ആ കടത്തണ്ണെ പോയി കിടക്കാം. നീ നിൻ്റെ പെണ്ണുമ്പുള്ള വീട്ടിലും പോകും. അല്ലെങ്കിൽ വേണ്ട, നിൻ്റെ അച്ഛൻ്റെ കുഴിയുടെ അടുത്ത് ഒരു ടാർപ്പ കെട്ടിയിടാം. അല്ലെങ്കിൽ നീ കുഴി തുരന്ന് എന്നെ അതിനകത്ത് ഇട്ടങ്ങ് മൂട്, മുടിയാനുണ്ടായവനെ. ഇതിപ്പോൾ എന്ത് ചെയ്യും അമ്മ? ബാങ്കുകാർ വന്നു കഴിഞ്ഞാൽ നാണക്കേടാവുമല്ലോ. എന്തായാലും പെട്ടെന്ന് നല്ല ഐശ്വര്യമാണ്. വലതുകാലെടുത്ത് വെച്ച് കയറിയപ്പോഴേ ജപ്തി നോട്ടീസാണ് വന്നത്. എവിടെ നിന്ന് ഒപ്പിച്ചടാ ഇത്? ഇന്നലെ ഇത് വരാഞ്ഞത് കാര്യമായി. ഇല്ലെങ്കിൽ കല്യാണ സദ്യക്ക് പപ്പടത്തിന് പകരമായിട്ട് പൊടിക്കായിരുന്നത്. എന്തുവായാലും നിനക്ക് സ്ത്രീധനമൊന്നും കിട്ടിയില്ലല്ലോ. നമുക്കൊരു 2 ലക്ഷം രൂപയെങ്കിലും തുടക്കത്തിൽ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിവായി കിട്ടും ജപ്തി. അവളെ ഒറ്റ ബുദ്ധിയാണ്, പൊട്ടിപ്പെണ്ണ, പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. എൻ്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്.
എൻ്റെ കൂടെ നിനക്ക് നിൽക്കാൻ പറ്റുമോ? ഞാൻ ഇതുവരെ അമ്മ പറയുന്നത് കേട്ടല്ലേ നിന്നിട്ടുള്ളത്. മതി, എന്നാ നീ അവളെ വിളിയടാ. നീതുവേ, നീതുവേ, നീതു, ഇവളിത് എവിടെ പോയി കിടക്കുന്നു? ഗേറ്റ് തുറന്ന് നടക്കുന്നല്ലോ. നീതു, ഇവിടെ കൊണ്ട് ആ മുഴുവൻ കാണാറിയാണോ? എല്ലാം അവൻ്റെ അത് വേറെ ഒന്നും ഇല്ല കേട്ടോ. ഒന്നും മനസ്സിലായില്ല മാമ. പുതുപ്പെണ്ണ് മില്ല് കാണാൻ ഇറങ്ങിയതാണോന്ന്? ഇത് മൊത്തം അവൻ്റെ തന്നെ, വേറെ ആരുടെ അല്ല. അങ്ങനെയൊന്നുമില്ല. എൻ്റെ പേര് ശശാങ്കൻ എന്നാ. ഈ മില്ല് വാടകയ്ക്ക് എടുത്തേക്കുന്ന ആളാ. കട്ടളമാമൻ എന്നാ എല്ലാവരും വിളിക്കുന്നത്. കാട്ടാളൻ? കട്ടളമാമൻ. മോടെ വീട്ടിലേക്ക് കട്ടള, ജനൽപ്പാളി, കതക് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വല്ലതും വേണോ? ഇപ്പൊ ഇല്ല. എന്തെങ്കിലും ഉണ്ടേ പറയണം. മാമൻ ആഞ്ഞിലി, ഈട്ടി, തേക്ക്, മഹാഗണി, പ്ലാവ് അങ്ങനെയുള്ള തടികളിൽ മാമൻ നല്ല കാതിലുള്ള തടികളിൽ സാധനം ചെയ്തു കൊടുക്കും. ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സാധനം എടുത്താൽ മതി. പണിഞ്ഞ് വൃത്തിയായിട്ട് മാമൻ വീട്ടിൽ കൊണ്ട് തരും. അത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും മാമ എത്തിച്ചു തരും സാധനം. വേണമെങ്കിൽ മാമനോട് പറഞ്ഞാൽ മതി. മാമ നമ്പർ അടിച്ചെടുത്തു. 9447747310 വിളിച്ചാൽ മതി. വീട്ടിൽ സാധനം എത്തിക്കും. അതും കാതലുള്ള തടിയിൽ പണിഞ്ഞ സാധനമാണ് കേട്ടോ. ആ ശരി. പോലെ ഇതങ്ങ് ഇച്ചയുടെ കൊടുത്തേക്ക്. ഇത് മില്ലിന്റെ വാടകയാ. 30,000 രൂപയുണ്ട്. 30,000 രൂപയോ? ഈ 5 സെന്റ് സ്ഥലത്തിന് ഈ മില്ലിന് പിന്നെ 30,000 രൂപ വാടക കൊടുക്കണ്ടേ മോളെ? 5 സെന്റ് സ്ഥലമുണ്ട്. പിന്നെ അവരുടെ ഏക വരുമാനം ഇതല്ലയോ. മോള് വിട്ടോ. ശരി. മുറുക്കാൻ എന്ത് ചെയ്യും? 30,000 രൂപ 5 സെന്റ്. നീ എവിടെ പോയതാ? ഞാൻ ചുമ്മാ ഇറങ്ങിയത്. എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുവാ? വിളിച്ചോ? ഞാൻ കണ്ടില്ലല്ലോ. ആ നീ വാ, അമ്മയ്ക്ക് എന്താ പറയാനുണ്ടെന്ന്. ഇതെന്തുവാ? റെന്റ്. കട്ടളമാമൻ. വാ. എന്തിനാ അമ്മ വിളിപ്പിച്ചേ? മോളെ, ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഈ വീട് വിൽക്കാൻ പോവാ. ആഹാ, അയ്യോ, വീട് വിൽക്കാനോ? അതെങ്ങനെ ശരിയാ? ചുമ്മാ ഒരു രസം. ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു വീട്ടിലും സ്ഥിരമായിട്ട് നിൽക്കാറില്ല. ഓരോ വീടുകളിലും മാറി മാറി ചാടിയാണ് നടക്കാറുള്ളത്. ഈ വർഷം ഈ വീട് വിറ്റിട്ട് മാറി താമസിക്കാമെന്ന് വിചാരിക്കുന്നു. പണം ഉണ്ടേ. അയ്യോ അമ്മേ, ഞാൻ വന്ന് കയറിയ വീടല്ലേ. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്ത് പറയും? നാട്ടുകാരെങ്ങനെ പറയും? അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ നമുക്ക് വിറ്റേ പറ്റു. അവസ്ഥയാതാ. എന്നാലും വീട് വിൽക്കണ്ടമ്മേ. നമുക്ക് വിൽക്കാൻ ആഗ്രഹമില്ല മോളെ. പക്ഷെ ഈ ഒരു വർഷം എന്തെങ്കിലും ഒന്ന് വിറ്റേ പറ്റും. വിറ്റ് മുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അത്രയ്ക്കുണ്ടേ വസ്തുക്കൾ. വീട് വിൽക്കണ്ട. വീടിൻ്റെ അടുത്ത് ഒരു 5 സെന്റ് സ്ഥലമുണ്ട്. വിത്തേ ബിൽഡിങ്. നമുക്കതങ്ങ് വിറ്റേക്കാം. 5 സെന്റ് എന്ന് പറയുമ്പോൾ മില്ല്. അയ്യോ, അത് വിറ്റ് എങ്ങനെ ശരിയാവും? അത് വിൽക്കാം. അതാകുമ്പോൾ നല്ല വില കിട്ടും. കാരണം അതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. പൊന്നും വില കിട്ടും. സെൻറ്റിന് 1 ലക്ഷം വെച്ച് കിട്ടും. 5 സെൻറ്റ് സ്ഥലത്തിന് 5 ലക്ഷം രൂപ കിട്ടും. അയ്യോ, അതുണ്ടെങ്കിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കൂ. അത് വിറ്റ കാര്യങ്ങൾ നടക്കത്തില്ല. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പം ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളുമായിട്ട് ബന്ധമുള്ളവർക്കും വേണമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, ആ വസ്തു മോളങ്ങ് വാങ്ങിക്കും. ഞാനോ? അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മോക്കങ്ങ് സ്വന്തമാണ്. അതാകുമ്പോൾ വേറൊരാളുടെ കയ്യിൽ പോയെന്ന് നമുക്ക് വിഷമം വരത്തില്ല. നമ്മുടെ കുടുംബക്കാരുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. എങ്ങനെ? 5 സെന്റ് മില്ല്, 30,000 രൂപ വാടക. അതിന് എനിക്കിത് ലാഭമാണല്ലോ. തള്ളക്കവരില്ല. ഓക്കെ അമ്മേ, ഞാൻ മേടിക്കാം. ഈ 5 സെൻറ്റ് സ്ഥലത്തിന് 5 ലക്ഷം രൂപ മോളായതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, 4 ലക്ഷം രൂപ തന്നാൽ മതി. പക്ഷേ അഡ്വാൻസ് ഒരു 2 ലക്ഷം രൂപ ഉടനെ വേണം. എത്രയും പെട്ടെന്ന് വെച്ചാൽ
ഇമ്മീഡിയറ്റ്ലി. ഇന്ന് തന്നെ. ആ ഓക്കെ. അച്ഛൻ എനിക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ തന്നായിരുന്നു, അത് ഞാൻ തരാം. മതി മതി. അല്ല അമ്മേ, അപ്പോൾ എഗ്രിമെൻ്റ്? മോളെ, അമ്മ അങ്ങനെയാണോ കണ്ടേക്കുന്നത്? എഗ്രിമെൻ്റ് ഒന്നും വേണ്ട മോളെ, അമ്മയ്ക്ക് വിശ്വാസമാണ്. 2 ലക്ഷം രൂപ വെച്ച് എടുത്തോണ്ട് വാ. ഇപ്പം തരാം. അമ്മേ, നമ്മൾ അവളെ ഇങ്ങനെ പറ്റിക്കുന്നത് ശരിയാണോ അമ്മേ? കീറും ഞാൻ തോന്നും തള്ളയോടെ ചെയ്യാല്ല. പോയി കിടക്കട്ടെ കടത്തിണ്ണേലെ തൊന്തയ്ക്ക് മുമ്പ് ഉണ്ടായവനെ. അപ്പൊ 2 ലക്ഷം നീ കൊടുത്തോ? കൊടുത്തു. എന്തോ കാര്യത്തിന്? അച്ഛാ ബുദ്ധിയാണോ അച്ഛാ? ആ മില്ലിന് എത്ര രൂപ റെന്റ് വാങ്ങിയെന്ന് അറിയാവോ? എത്ര? 30,000 രൂപ. 1 വർഷം അത് കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ 3,60,000 രൂപ. കണ്ട, 3 ലക്ഷം രൂപ 1 വർഷം കൊണ്ട് ഞാൻ കൊടുക്കും. പിന്നെ ബാക്കി ഞാനങ്ങ് പൊളിക്കുമല്ല. ഞാൻ കൊടീശ്വരി ആവാൻ പോവാ അച്ഛാ, കൊടീശ്വരി. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ മില്ല് 6 പേരില്ല. ചേട്ടൻ്റെ പേര്? നീ അവൻ്റെ ഭാര്യയാന്നോ? അവർക്ക് വേറെ മക്കളുണ്ടോ? എടി, നീ അവൻ്റെ ഭാര്യയായിടത്തോളം കാലം ആ സ്വത്തിൻ്റെ അവകാശം ആർക്കാ? നിനക്കാന്നോ? അതായത് സ്വന്തം സ്വത്താണ് നീ 2 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചത്. അയ്യോ, എന്തോ അബദ്ധം പറ്റിയതാ. നീ എന്ന് പൈസ മേടിച്ചോണ്ട് പോവാ. ആ ജ്വല്ലറിക്കാരൻ വിളിച്ച് 2 ലക്ഷം രൂപ ഇന്നലെ കൊടുക്കാന്നില്ലേ പറഞ്ഞത്? കൊടുത്ത പൈസ ഒറ്റയ്ക്ക് തിരിച്ചു ചോദിക്കുന്ന അച്ഛനോടാ? ഞാനോ? അയ്യോ, അവൻ്റെ തള്ള ഒരുമാതിരി പെരട്ട് സാധനമാണ്. ചോദിച്ചാൽ തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമല്ലോ. ആ, നിന്റെ അമ്മയുടെ കൊണ്ടുപോവാ. അവരോട്ട് മുട്ടി നിൽക്കണമെങ്കിലേ നിന്നെ തള്ളക്കേ പറ്റൂ. വാ. മര്യാദയുണ്ടോ ശ്രീയെ നിങ്ങൾക്ക്? എൻ്റെ കുഞ്ഞിന് അവകാശപ്പെട്ട മുതലിൽ നിന്ന് 2 ലക്ഷം രൂപ അവളോട് മേടിച്ചിരിക്കുന്നു. സ്ത്രീയെ, നിങ്ങളുടെ കുഞ്ഞിന് അവകാശപ്പെട്ട സ്വത്തോ? അതെങ്ങനെ വരും സ്ത്രീയെ? സ്ത്രീയെ, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന എൻ്റെ മകൾക്ക് അവൻ്റെ സ്വത്തിന് അവകാശമില്ലയോ സ്ത്രീയെ? നിങ്ങൾ ഈ പറഞ്ഞ സ്വത്ത് ഇപ്പൊ ആരുടെ പേരിൽ സ്ത്രീയെ? നിങ്ങളുടെ പേര് സ്ത്രീയെ. അത് മറ്റൊരാൾക്ക് സ്വന്തമാകണമെങ്കിൽ ഞാനത് എഴുതി കൊടുക്കണ്ടായോ സ്ത്രീയെ? വേണം സ്ത്രീയെ. ഞാനിപ്പോൾ അത് ആർക്കും എഴുതി കൊടുത്തില്ലെങ്കിൽ അത് മറ്റൊരാളുടേതാകുമോ സ്ത്രീയെ? ഇല്ല സ്ത്രീയെ. ഇപ്പോൾ എനിക്കൊരു ആവശ്യം വന്നു. ഞാൻ എൻ്റെ പേരിലുള്ള സ്വത്ത് വേറെ ആർക്കെങ്കിലും എഴുതി കൊടുത്തു എന്ന് വിചാരിക്കൂ സ്ത്രീയെ. വിചാരിച്ച സ്ത്രീയെ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്വത്ത് എൻ്റെ മകന് പോകുമോ സ്ത്രീയെ? ഇല്ല സ്ത്രീയെ. അങ്ങനെ എൻ്റെ സ്വത്ത് മറ്റൊരാൾക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ബുദ്ധിപരമായി നീങ്ങി എൻ്റെ സ്വത്ത് മരുമോൾക്ക് എഴുതി കൊടുത്തത് ശരിയല്ലേ സ്ത്രീയെ? ആണ് സ്ത്രീയെ. അങ്ങനെയാകുമ്പോൾ ഞാൻ ബുദ്ധിമതി അല്ലേ സ്ത്രീയെ? കറക്റ്റാ സ്ത്രീയെ. അല്ലയോ പുരുഷ, അയ്യോ ചേട്ടാ. അച്ഛാ, ഇനി വഴക്കൊന്നും വേണ്ട. എന്തായാലും കിട്ടാനുള്ളത് നമ്മൾ വാങ്ങിക്കുക. അതിൽ നല്ല ആദായം കിട്ടുമല്ലോ. കിട്ടുന്ന ആദായം നിങ്ങളൊന്നും കോരിയെടുത്തോ? മില്ലിന് എന്തോ കോരി എടുക്കാൻ അറക്കപ്പൊടിയോ? മില്ലോ? എന്തോ മില്ലിന്റെ കാര്യം പറയുന്നേ? അപ്പോൾ ആ 5 സെന്റ്? 5 സെന്റ് മില്ലിരിക്കുന്ന 5 സെന്റ് അല്ല. പിന്നെ പൈസ കൊടുത്ത് എന്തിനാ? ഞാൻ പറഞ്ഞ 5 സെന്റ് വീടിന്റെ പിന്നാമ്പുറത്തുള്ള 5 സെന്റും ബിൽഡിങ്ങുവാ. മേലുള്ള ബിൽഡിങ്ങിൽ എന്തോ ഉണ്ട്? നല്ല ഒന്നാന്തരം കക്കൂസ്. ഈ കുഴി കക്കൂസിനാണ് 2 ലക്ഷം രൂപ. നിങ്ങളുടെ നാട്ടിലെ കക്കൂസൊക്കെ നീണ്ടു കിടക്കുമായിരുന്നോ കുഴിയല്ലാതെ? നിങ്ങളല്ലേ വല്ല ബിൽഡിംഗ് ആണെന്ന്? ബിൽഡിംഗ് അല്ലയോ ഇത്? എന്താ വാതിലില്ലയോ? വാർത്ത ഇല്ലേ? ബിൽഡിംഗ് അല്ലേ ഇത്? പിന്നെ അകത്ത് മെഷീനറി ഉണ്ടെന്നൊക്കെ പറഞ്ഞതോ? ഉണ്ടല്ലോ. ആ ബക്കറ്റും കപ്പും കണ്ടില്ലയോ? ആ, അത് മെഷീനറി അല്ലേ? പിന്നെ സാമഗ്രികൾ ഉണ്ടെന്നൊക്കെ വലിയതായി പറഞ്ഞു കേട്ടല്ലോ. പിന്നെന്തുവാ, അതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ട്, പൈപ്പ് കണക്ഷൻ ഉണ്ട്, പിന്നെ നിങ്ങളുടെ സാമഗ്രി കൊണ്ട് അവിടോട്ട് വെക്കുമ്പോൾ അത് ഒഴിച്ചു കളയാനുള്ള സാധനങ്ങളും അതിനകത്തുണ്ട്. എന്തോ പിന്നെ വേണ്ട ഇത് കൂടുതൽ ഒരു 4 സെന്റ് സ്ഥലത്ത് കൊട്ടാരം പോലൊരു ബിൽഡിങ്. ഓ, ഇതായിരിക്കും പറഞ്ഞ ആദായം കോരി എടുത്തോളെ. പിന്നെന്തുവാ, എന്തൊരു വളവാ! കോരി എടുക്കണമെങ്കിൽ കോരി എടുക്കാം. അതൊന്ന് തുറന്നാൽ മതി. സെപ്റ്റി ടാങ്ക് പറഞ്ഞിട്ട് തുറക്കണം. നിങ്ങളുടെ കൊണ്ടോ നിങ്ങൾ വാഴയ്ക്ക് വളം ഇടുവോ? ഞങ്ങളുടെ ഇടത്തില്ല, ഞങ്ങളുടെ വളക്കൂറില്ല. നിങ്ങൾക്ക് സമാധാനമായോ? കയ്യിലുള്ള 2 ലക്ഷം രൂപയും കൊടുത്ത് തന്തയ്ക്കും തള്ളയ്ക്കും താമസിക്കാൻ വേണ്ടി കക്കൂസ് ഉണ്ടാക്കിയിട്ടേക്കുന്നു. ഇവിടെ ഈ തന്തയോടും തള്ളയോടും നീ ഒരു വാക്ക് ചോദിച്ചോ ഈ പൈസ കൊടുക്കാൻ നേരം? പിന്നെ ഭർത്താവിന്റെ വീട്ടിലെ വസ്തു വാങ്ങിക്കുന്നത് തന്തയോടും തള്ളയോടും ചോദിക്കണോ? അത് എന്തൊരു മര്യാദയാ? അല്ല, മര്യാദയുള്ള പിള്ളേരൊക്കെ ചോദിക്കും. ആ മര്യാദ ഇല്ല വെക്ക്. അത് നിങ്ങളല്ലേ വളർത്തിയത്, പിന്നെ എങ്ങനെ മര്യാദ വരും? ഞങ്ങളാണ് വളർത്തിയത്. പിന്നെ ഞങ്ങളാണോ വളർത്തിയത്? ആ, അത് ശരി, അത് ശരിയാണല്ലോ. ആ, എന്തായാലും കൂടുതലൊന്നും പറയണ ചിഞ്ചു. എന്തായാലും സന്തോഷമുണ്ട് മോളെ. തന്തയ്ക്കും തള്ളയ്ക്കും നീ കാശുപടയ്ക്ക് ഉണ്ടാക്കിയിട്ട സ്ഥലം കൊള്ളാം, കക്കൂസ്. ഒരു കാര്യം ചെയ്, മോളെ ഒട്ടാക്കിയിട്ടില്ലയോ, നമുക്കിനി ഇവിടെ അങ്ങ് താമസിക്കാം. മതി. ചുമ്മാ അച്ഛാ, പൈസ പോകുന്ന പോട്ടെ, നമുക്ക് പോവാം. എങ്ങോട്ടും പോകുന്നില്ല. ഇത് ഞങ്ങളുടെ വീടാ. ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങൾ ഇനി മാറത്തല്ലേ ഇവിടുന്ന്. ഒരു കാര്യം ചെയ്, അവിടെ ഇരുന്നോ. എന്റെ മോളെ, നീ വിഷമിക്കണ്ടടി.
ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥാനം അവിടെ അവിടെ ഇരിക്കട്ടെ. അമ്മ പോയിരിക്കാം. എനിക്ക് പറ്റത്തില്ല, ഞാൻ മുട്ടുമ്പോ അച്ഛാ അമ്മ വാ പോവാ. മിണ്ടരുത്. നീ അടിയനെല്ലാം കാരണക്കാരി. എന്തായാലും കൊടുത്ത പൈസ കിട്ടാതെ ഞാൻ ഇവിടുന്ന് മാറത്തില്ല. ഞാനും മാറത്തില്ല. നീ അവിടെ സുഖിച്ചില്ല, അതിനകത്തോട്ട് പോയി കിടക്കാം. അതുവരെ കേൾപ്പിക്കാൻ വേണ്ടി നാണം കൊടുത്താൻ വേണ്ടി ഒരു മരുമോടെ വീട്ടിൽ വരും. ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു തള്ളയും തന്തയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കക്കൂസിൻ്റെ വാതൊക്കെ പോയിരിക്കുന്നു. ഞാൻ എന്തുവന്നാ ആരെ കാണിക്കാനാ? രാവിലെ തൊട്ട് അടുക്കളയിൽ കയറിയത് അവർ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. കക്കൂസിൻ്റെ വാതൊക്കെ ഇരിക്കുന്നു. ഒരു കാര്യം ചെയ്യും, വാ നമുക്ക് കഴിക്കാം. നീ വിളമ്പ്. എനിക്ക് വിശപ്പില്ല. എൻ്റെ അച്ഛനും അമ്മയും പുറത്തിരിക്കുമ്പോഴേ എനിക്കൊന്നും ഇറങ്ങത്തില്ല. നീ അമ്മ പറയുന്നത് കേട്ടാ മതി. വിളമ്പി വെക്കടി. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ വിളമ്പി അങ്ങോട്ട് വെക്ക. ഞാൻ പോയി കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വരാം. പാടാ ഇങ്ങോട്ട്. വിളമ്പി വെച്ചു. എൻ്റെ തന്തയും തള്ളയും കൊണ്ട് കക്കൂസ് എടുത്തു അല്ലേ? 2 എണ്ണത്തിനുള്ള പണി ഞാൻ തരാം. $5 സെൻറ്റും കക്കൂസും. ഇനി ഞാൻ പൈസ കൊടുത്ത പ്രോപ്പർട്ടിയിൽ ആര് കയറണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്ത് ഫുഡ് എന്തോ നിങ്ങൾ നോക്കുന്നേ? കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? ഇച്ചിരി കിട്ടിയാ കൊള്ളായിരുന്നു. ആ എവിടെ പോവാ? അകത്ത് ബക്കറ്റ് ഇരിപ്പുണ്ട്. നിങ്ങൾ പോയി കുടിക്ക. വല്ലവൻ്റെ കക്കൂച്ചിന് വെള്ളം മോന്താനിരിക്കുന്ന ഒരു തണ്ട. മറുത വരുന്നുണ്ട്. ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? പോയില്ലയോ? അയ്യോ എങ്ങനെ പോവാനാ? ഇത് നമ്മുടെ കുടിലില്ലയോ? ഇത് വിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. വല്ലതും കഴിച്ചായിരുന്നോ? ഞങ്ങൾക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. എന്താ ഒരു കാര്യം ചെയ്, അകത്ത് പോയി ചോറ് വല്ലതും കഴിക്കാം. അയ്യോ വേണ്ട ഞങ്ങൾക്ക്. നിങ്ങൾ എന്തുവാ അവിടെ നിന്നങ്ങ് നൃത്തം ചെയ്യുന്നത് ഒത്തിരി നേരം കൊണ്ട്? ഞാനിപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിൽ ചേർന്നതാ. നിങ്ങൾ ചെന്ന് ആരെയായിരിക്കും മോള് വിളിക്കുന്നു? എന്തിനാ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ? ഞങ്ങൾക്കൊന്നും വേണ്ട. അയ്യോ എന്നാ ഒരു കാര്യം ചെയ്, ഒന്ന് മാറി തന്നെ, ഞാനൊന്ന് പോട്ടെ. എനിക്ക് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ഇല്ലേ, അത് നിർവഹിക്കണ്ടേ? ഒരു പ്രാഥമികവും വേണ്ട. ഇതിപ്പോ ഞങ്ങളുടെ സ്ഥലവാ, ഞങ്ങൾ കാശ് കൊടുത്ത സ്ഥലവാ. ഇവിടെ ആര് കയറണോ ഞങ്ങൾ തീരുമാനിക്കും. എടോ ഒന്ന് മാറടോ, മനുഷ്യന്റെ കാര്യമില്ല. ഒന്ന് മാറിക്കേ. ഇല്ല മാറണ്ടോ കണ്ണിച്ചോരയില്ലാത്തവനെ. ഇവിടെ വേറെയും പറമ്പുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. പോവരുത് താഴോട്ടങ്ങ്. അവിടെ പാമ്പ് കിടപ്പുണ്ട്. നിങ്ങളെവിടെ പോവാ മനുഷ്യനെ? എന്തോ കാണാൻ പോവാ? നിങ്ങളിവിടെ നിൽക്ക, ഞാൻ പോയിട്ട് വരാം. ഇവിടെ മൊത്തം ചെറുതനമാണല്ലോ. ഈ പറമ്പ് വൃത്തിയാക്കാൻ പറഞ്ഞ ചെറുക്കൻ എന്തോ ചെയ്യാത്തത്? കക്കൂസിൻ്റെയൊക്കെ വില ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വാസ്തു നോക്കി ഇരുന്ന് കഴിഞ്ഞാലേ ഒന്നും ശരിയാവത്തില്ല. അകത്തൊരെണ്ണം വെക്കണ്ടേ ആയിരുന്നു. തള്ള പുറകെ വരുമോ? അത് വരുമോ? പോയി കാണും. ആരെ വിൽക്കാൻ തോന്നുന്നല്ലോ. ഈ പുല്ലിത് എങ്ങോട്ട് പോയി? ഇത് എവിടോട്ട് പോയതാ? ഇതെന്തോടി ആവിയായിപ്പോയോ? എങ്ങോട്ടാ? വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക ഞാൻ. നിങ്ങളാവുമ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് വയറിന് നല്ല സുഖമില്ല, തലയ്ക്കും സുഖമില്ല. ഒന്നിതിനകത്ത് കയറാൻ സമ്മതിക്കണം. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഇതിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. തന്ന കാശ് തിരിച്ചു തരാൻ ഇതിനകത്ത് കാലെടുത്ത് വെക്കാൻ സമ്മതിക്കത്തില്ല. ആണുങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ കാര്യം മനസ്സിലാവുമല്ലോ. മനസ്സിലാവത്തില്ല. സമ്മതിക്കണം പ്ലീസ്. എന്ത് വന്നാലും സമ്മതിക്കത്തില്ല. കൈ നിടറ നാറി. പെണ്ണുങ്ങളുടെ കൈ പിടിക്കാൻ വരുവാ. ഇടേ വേറെ നാട്ടുകാരുണ്ട്, അങ്ങോട്ട് ഞാൻ പൊക്കോളാം. ഞാൻ വേറെ മാർഗം ഉണ്ടോ എന്ന് നോക്കട്ടെ. നോക്ക്. എന്തുവാ ഇവിടെ? ഓ അവർക്ക് മുട്ട് നിൽക്കുവന്ന്. ആർക്കാ മുട്ട് നിൽക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതൊന്നും അല്ല, സ്വാധീനിക്കാൻ നോക്കുക. ഇവിടെ ഒന്നിരിക്കാം നമുക്ക്. ഇരുന്നോ, തന്നെ അങ്ങ് ഇരുന്നോ. അയ്യോ എന്റെ കാലല്ല, കാല് 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 കാല്. ഓ എന്തോ പറ്റിയതാ? എന്തുവാടാ, എന്തോ പറ്റി? എന്തോന്ന് അറിയത്തില്ല അമ്മ, വയറൊരു അസ്വസ്ഥത. അമ്മയല്ലേ ഇന്ന് ആഹാരം ഉണ്ടാക്കിയത്? ഞാനാ ഉണ്ടാക്കി. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ടോയ്ലറ്റ് ഒന്നും വിടാം. ആ ചെന്ന് കയറിക്കൊടു. അവിടെ ഇരിപ്പുണ്ട് നിധി കാക്കുന്ന 2 ഭൂതങ്ങൾ. എന്നെ ഇപ്പം ആട്ടി ഓടിച്ച് വിട്ടതേ ഉള്ളൂ. അവരെ മോളെ കെട്ടിയല്ലേ ഞാൻ. ചിലപ്പോൾ എന്നെ കയറാൻ സമ്മതിച്ചാലോ. ഞാൻ നോക്കിട്ട് വരാം. കിട്ടുന്നത് വാങ്ങിച്ചിട്ട് വാ.
കഴിഞ്ഞിട്ട് പറ. ഇവിടെ ഒരു അവതാരം വന്ന് നിൽപ്പുണ്ട്, നമ്മുടെ മരുമോൻ. എന്താടാ? അച്ഛാ ഒന്നുമല്ലേ, നിങ്ങളെ മോളെ കെട്ടിയാളല്ലേ, ഒന്ന് കയറിക്കോട്ടെ, എന്നെ കെട്ടിവിടെ. എടാ നീ എന്റെ മോളെ കെട്ടിയ ആളാന്നോ? എന്നിട്ടാ നീ നിന്നെ തള്ളയും കൊണ്ട് 2 ലക്ഷം രൂപ കൊച്ചിൻ്റെ നിന്ന് പിടിച്ചു മേടിച്ചത്? അച്ഛാ അതിനുള്ള പ്രതിനിധി കാണാം, എങ്ങനെ അതിനകത്ത് നിന്ന് ഇരിക്കാൻ സമ്മതിക്കും? ആ ഒരു പ്രതിനിധിയും വേണ്ട, തൽക്കാലം നീ പോ. അച്ഛാ അവൾ ഇപ്പൊ അതിനകത്ത് ഇരിപ്പുണ്ട്, അത് കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം നിന്നെ കേൾക്കണോ വേണ്ടായോ എന്ന്. ഓടാടുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം പൈസ ഉണ്ടാക്കുന്നതോ ആഹാരം കഴിക്കുന്നതോ അല്ല, അത് കക്കൂസി പോകുന്നതാ. അമ്മ നമുക്ക് പുതിയൊരു കക്കൂസ് പണിയാം അമ്മ. ആടാ പണിയാടാ, ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഞാൻ പണിയാ. നീ ഒരു തൂമ്പ എടുത്തോണ്ട് വാ. തൂമ്പ് എടുത്തോണ്ട് ഞാൻ വരാം, പക്ഷെ ആഞ്ഞു വെട്ടിയാ വേറെ പലതും താഴെ പോവും, പിന്നെ ആ തൂമ്പ് വെച്ച് തന്നെ കോരണ്ടി വരും. എടാ നീ പോടാ എടുക്കാം. കാരണവന്മാരുടെ വാക്ക് കേട്ടിരുന്നിട്ടല്ലേ അകത്തൊരു കക്കൂസ് പണിഞ്ഞാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു അറ്റ കൈ പ്രയോഗിക്കാം, നമുക്ക് അവരോട് ചെന്ന് സംസാരിക്കാം. തള്ളയ മോനോട് വരുന്നുണ്ട്. ഉണ്ട് ഇപ്പൊ ഉണ്ട്, എൻ്റെ അമ്മായിച്ചനല്ലേ, നീ ചോദിക്കും. ഇതോരാ കാണിക്കുന്നേ തവളച്ചാട്ടോ. അച്ഛാ ഞാൻ അച്ഛൻ്റെ മരുമോനല്ലേ അച്ഛാ, ഒരു കൺസിഡറേഷൻ കയറിക്കോട്ടെ. മരുമോനല്ല, മരുമോനെ തന്തയാന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് ഞാൻ കയറ്റത്തില്ല. എടോ കണ്ണിച്ചോര വേണോടോ, കണ്ണിച്ചോര. തന്റെ മരുമോനല്ലേ ഇവിടെ ചോദിക്കുന്നത്, അങ്ങോട്ട് കയറ്റി വിടറോ? അവൻ എന്തോ ചെയ്തോ തന്നെ? തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അമ്മ നമുക്ക് മാമൻ്റെ വീട്ടിൽ പോയിരിക്കാം അമ്മ. അവനോട് ഞാൻ മിണ്ടത്തില്ലെന്ന് നിനക്ക് അറിയത്തില്ലോടാ. ഞാൻ ഇവിടെ പോയാലും എൻ്റെ മാമൻ്റെ വീട്ടിൽ വരത്തില്ല. എടോ ഒരു കാര്യം ചെയ്യാം, പണ്ടാരം അടങ്ങാൻ തൻ്റെ മോടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 2 ലക്ഷം രൂപ അങ്ങ് തിരിച്ചു തന്നേക്കാം, ഞങ്ങളൊന്ന് കയറാൻ സമ്മതിക്കാം. 2 ലക്ഷം രൂപ ഡിമാൻഡ് മാറി, ഇപ്പൊ പുതിയ ഡിമാൻഡാ. പിന്നെ എന്തോ ഡിമാൻഡാണോ? ഈ വീടും പറമ്പും എൻ്റെ കൊച്ചിൻ്റെ പേര് എഴുതി തരണം. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അത്. എന്നാ വേണ്ട, പിടിച്ചു വെച്ചോണ്ടിരുന്നോ. ഞാൻ വാക്കാ പറയുന്നു, എഴുതി തരാം. വാക്കാ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് മോള് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, വെള്ളപ്പേപ്പർ ഒപ്പിട്ട് തരണം, ഇല്ലയോ? എന്തോ ഒരു അടങ്ങാൻ തരാം, പോയി വെള്ളപ്പേപ്പർ വാങ്ങിച്ചോണ്ട് വാ, അപ്പോഴത്തേക്ക് ഞാനിന്ന് കയറട്ടെ. അവിടെ നിൽക്കേ വെള്ളപ്പേപ്പറിനൊക്കെ പോയാലേ നിങ്ങൾ ആ തക്കം കയറി സാധിക്കും. വെള്ളപ്പേപ്പറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഒന്നെടുത്തേ എൻ്റെ വാരിൽ ദൂരല്ലേ, കൊടുക്ക്. ഒപ്പിട്. വേണോ? വേണം. എന്താ പാമ്പോ? ഇനിയും കേറട്ടെ. ഉപ്പ് കറക്റ്റ് ആണോ നോക്കട്ടെ. ഏതാണ്ട് കറക്റ്റാ. മതി, ഇത് മതി. ഇനി കേറിക്കോ. അകത്തോട്ടൊന്നും പോവാതെ പിടിച്ചു നിൽക്കാം, പക്ഷെ പുറത്തോട്ട് പോവാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ വീടും പോയി, എല്ലാം പോയി. ദ്രേന 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 തന ദ്രേ